Hi students, നമുക്ക് നമ്മളുടെ ബാക്കി കുറച്ച് പ്രോബ്ലംസ് ഇൻ interval estimation അത് നമുക്ക് നോക്കാം. So we have already completed the numerical problems in ഏതൊക്കെ കേസ് ആയിരുന്നു നമ്മൾ ചെയ്തത്. We have already completed the cases regarding mean mu of a normal population and standard deviation sigma അല്ലേ. നമുക്ക് എത്ര കോൺഫിഡൻസ് ഇന്റർവെൽ ആയിരുന്നു ഒന്ന് റിവൈസ് ചെയ്തേ. കോൺഫിഡൻസ് ഇന്റർവെൽ ഫോർ പാരാമീറ്റേഴ്സ് ആണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ അതിൽ കുറെ ഇന്റർവെൽസ് പഠിച്ചിരുന്നു. അതിനകത്ത് പാരാമീറ്റർ ബേസ് ഒരെണ്ണം നോർമൽ മ്യൂവിനെ ബേസ് ചെയ്തുള്ള ഇന്റർവെൽസ്, അത് രണ്ട് കേസിൽ പഠിച്ചിരുന്നു. സിഗ്മ നോൺ കേസും സിഗ്മ അൺനോൺ കേസും അല്ലെ. സിഗ്മ നോൺ കേസിൽ നോർമൽ ടേബിൾസ് ഉപയോഗിച്ചാണ് ചെയ്യേണ്ടത്. സിഗ്മ അൺനോൺ കേസിൽ ടി ടേബിൾസ് ഉപയോഗിച്ച്. പിന്നെ സിഗ്മ സ്ക്വയറുടെ പിന്നെ കോൺഫിഡൻസ് ഇന്റർവെൽ നമ്മൾ പഠിച്ചിരുന്നു. ഇറ്റ് വാസ് യൂസിങ് ദ കൈ സ്ക്വയർ ഡിസ്ട്രിബ്യൂഷൻ. ഇനി നമുക്ക് ഒന്ന് രണ്ട് കോൺഫിഡൻസ് ഇന്റർവെൽസ് കൂടെ ഉണ്ട്. നെക്സ്റ്റ് കോൺഫിഡൻസ് ഇന്റർവെലിന്റെ നമ്മൾ കൺസിഡർ ചെയ്യാൻ പോകുന്നത് ഈസ് റിഗാർഡിംഗ് the parameter p of the binomial distribution. Parameter p of the binomial distribution നമ്മൾ വിളിക്കുന്നത് population proportion എന്നാണ്. population proportion അതാണ് p, അല്ലെങ്കിൽ അത് തന്നെയാണ് probability of success. അപ്പോൾ population proportionന്റെ കോൺഫിഡൻസ് ഇന്റർവെലിനെ ബേസ് ചെയ്തുള്ള പ്രോബ്ലം നമുക്ക് നോക്കാം. അപ്പൊ നിങ്ങൾ പതിയെ ക്വസ്റ്റ്യൻ എഴുതിക്കോ. Write the next question. In a sample of 20 persons from a town, in a sample of 20 persons from a town, 20 persons from a town, it was seen that 4 are suffering from TB. 4 are suffering from TB. Suffering from TB. Tuberculosis. TB. Find a 95% confidence interval. Find a 95% confidence interval. Find a 95% confidence interval for the proportion of TB patients, for the proportion of TB patients in the city. Find a 95% confidence interval for the proportion of TB patients in the city. അല്ലെങ്കിൽ ഇൻ ദ ടൗൺ. ടൗൺ എന്നാണല്ലോ ക്വസ്റ്റ്യൻ കിടക്കുന്നത്. ഇൻ ദ ടൗൺ. ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പൊ ക്വസ്റ്റ്യൻ ഒന്നുകൂടെ വായിച്ചേ. ഇൻ എ സാമ്പിൾ ഓഫ് 20 persons ഫ്രം എ ടൗൺ, ഇറ്റ് വാസ് സീൻ ദാറ്റ് 4 ആർ സഫറിംഗ് ഫ്രം TB. ഫൈൻഡ് എ 95% കോൺഫിഡൻസ് ഇന്റർവെൽ ഫോർ ദ പ്രൊപ്പോർഷൻ ഓഫ് TB പേഷ്യൻസ് ഇൻ ദ ടൗൺ. ഒരു ടൗണിൽ നിന്ന് 20 സൈസുള്ള ഒരു സാമ്പിൾ എടുത്തപ്പോ, അപ്പൊ സാമ്പിൾ സൈസ് ആണ് 20, അതിൽ നിന്ന് 4 പേര് TB എന്ന് പറഞ്ഞ ഒരു പെർട്ടിക്കുലർ ഡിസീസ് ആണോ നമ്മൾ കൺസിഡർ ചെയ്യുന്നത്, അതിനെ ഫേവർ ചെയ്യുന്ന 4 പേര്. അതിനെ നമ്മൾ എക്സ് എന്നാണ് ഡിനോട്ട് ചെയ്യാറ്. x/n ഇതാണ് സാമ്പിൾ പ്രൊപ്പോർഷന്റെ ഫോർമുല. അപ്പം എക്സ് അല്ലെങ്കിൽ നമ്പർ ഓഫ് പേഴ്സൺസ് ഹാവിംഗ് TB നമ്മൾ സ്മോൾ എക്സ് എന്ന് ഡിനോട്ട് ചെയ്താൽ അതാണ് 4. സോ സാമ്പിൾ സൈസ് n ഈക്വൽ ടു 20, x ഈക്വൽ ടു 4. അതായത് നമ്മളുടെ സാമ്പിൾ പ്രൊപ്പോർഷൻ, നമ്മൾ പി ബാർ എന്നിട്ട് ഒരു സാധനം ഉണ്ടല്ലോ, ആ സാമ്പിൾ പ്രൊപ്പോർഷൻ എന്ന് പറയുന്നത് x/n ആണ്. അത് കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് തന്നേക്കുന്നത്. ഇറ്റ് ഇസ് 4/20. പിന്നെ തന്നേക്കുന്നത് എന്താണ്? ആൽഫ. കോൺഫിഡൻസ് ലെവൽ ആൽഫ എന്ന് പറയുന്നത് 0.95 ആണ്. കോൺഫിഡൻസ് ലെവൽ ഇസ് 0.95. അങ്ങനെയാണെങ്കിൽ ചോദിച്ചേക്കുന്നത് സാമ്പിൾ പ്രൊപ്പോർഷന്റെ കോൺഫിഡൻസ് ഇന്റർവെൽ കണ്ടുപിടിക്കാനാണ്. എന്താണ് സാമ്പിൾ പ്രൊപ്പോർഷന്റെ കോൺഫിഡൻസ് ഇന്റർവെലിന്റെ ഫോർമുല? എന്തായിരുന്നു? We know that, അല്ലെങ്കിൽ we have the confidence interval for population proportion, P യുടെ ആണ് ചോദിച്ചേക്കുന്നത്. അതിന്റെ ഫോർമുല എന്തായിരുന്നു? P bar minus Z alpha by 2 square root of P bar into 1 minus P bar by n, comma P bar plus Z alpha by 2
square root of p bar into 1 minus p bar by n. ഇതൊരു വളരെ സിമ്പിൾ ഫോമുലയാണ്. ആകെ നമുക്ക് വേണ്ടുന്നത് ഇസഡ് ആൽഫ ബൈ 2 ആണ്. ഇസഡ് ആൽഫ ബൈ 2 എന്ന് പറഞ്ഞാൽ നോർമൽ ടേബിൾസ്. ഇതൊന്ന് എഴുതിക്കോ. വേർ ഇസഡ് ആൽഫ ബൈ 2 is found from the normal table such that probability of minus z alpha by 2 less than z alpha by 2 equal to, ഈ കേസിൽ ആൽഫ എന്ന് പറയുന്നത് 0.95. അതായത് നോർമൽ ടേബിളിൽ 0 മൈനസ് z ആൽഫ ബൈ 2 പ്ലസ് z ആൽഫ ബൈ 2, ഈ ഇടയിലെ ഏരിയ 0.95. അപ്പൊ ഏതാണ് z ആൽഫ ബൈ 2ന്റെ വാല്യൂ? ഉറപ്പായിട്ടും 1.96 അല്ലെ. ഇടയിലെ ഏരിയ 0.95 വന്നാൽ 1.96, ഇടയിലെ ഏരിയ 0.9 വന്നാൽ 1.65. അതിപ്പോ നമ്മൾ കുറെ പ്രോബ്ലത്തിൽ യൂസ് ചെയ്തു. സോ ഫ്രം നോർമൽ ടേബിൾസ് ഇസഡ് ആൽഫ ബൈ 2 എന്ന് പറയുന്നത് 1.96 ആണ്. അപ്പൊ ബാക്കി ഇതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കണ്ടുപിടിച്ച് കോൺഫിഡൻസ് ഇന്റർവെൽ ബാക്കി നിങ്ങൾ തന്നെ ചെയ്യണം. ഞാൻ ചെയ്യേണ്ട ആവശ്യമില്ല, അത്ര ഡയറക്റ്റ് ആണ്. സോ കണ്ടുപിടിച്ചിട്ട് അത് നോട്ട് സബ്മിറ്റ് ചെയ്യുമ്പം I need to see the problem completely. കേട്ടോ, അത്രയ്ക്ക് സിമ്പിൾ ആണ് പി ബാർ ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്. അപ്പൊ അടുത്ത നമുക്ക് ഇനി ഒരേ ഒരു കോൺഫിഡൻസ് ഇന്റർവെലേ ഉള്ളൂ. കോൺഫിഡൻസ് ഇന്റർവെൽ ഫോർ ഡിഫറൻസ് ഇൻ മീൻസ്. അത് രണ്ടെണ്ണം നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിനെ ബേസ് ചെയ്തുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ എഴുതിക്കോ. കോൺഫിഡൻസ് ഇന്റർവെൽ ഫോർ ഡിഫറൻസ് ഇൻ മീൻ. ഇതിന് ഇച്ചിരി സ്പേസ് ഇട്ടാരോ കേട്ടോ. ഇത് പിന്നെ കംപ്ലീറ്റ് ചെയ്താൽ മതി, ഇതിന്റെ സ്പേസ് ഇട്ടിട്ട്. അല്ലെങ്കിൽ പോസ് ദ വീഡിയോ, കംപ്ലീറ്റ് ഇറ്റ് ആൻഡ് ദെൻ ഗോ ടു ദ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുമല്ലോ. സോ റൈറ്റ് ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദി ആവറേജ് ഹൈറ്റ് ഓഫ് 10 students who have interest in basketball is 70 inches with standard deviation 2.5 inches. With standard deviation 2.5 inches. Comma, while the average height of 15 students with no interest in basketball is 67 inches with standard deviation 2.5. അതും 2.5 ആണോ? അല്ല, 2.8. with standard deviation 2.5 inches. Find the confidence interval for difference in means. ഒന്നുകൂടെ ക്വസ്റ്റ്യൻ നന്നായിട്ട് വായിച്ച്. കുറച്ച് വലിയ ക്വസ്റ്റ്യൻ ആണ്, കാരണം ഡിഫറൻസ് ഇൻ മീനിനകത്ത് കുറേ ഡേറ്റ നമുക്ക് വേണം. ഈ ഡിഫറൻസ് ഇൻ മീനിന്റെ കോൺഫിഡൻസ് ഇന്റർവെൽ എപ്പോഴും രണ്ട് പോപ്പുലേഷനെ കമ്പയർ ചെയ്യുമ്പോഴാണ് വരുന്നത്. ഓക്കെ, അതിനായിട്ട് അപ്പം നമുക്ക് 2 സാമ്പിൾസ് കാണും. അതുകൊണ്ടാണ് ഇത്രയും ഡേറ്റ. അപ്പൊ ഇവിടെയും 2 സാമ്പിൾസിനെ പറ്റിയാണ് പറയുന്നത്. ഒന്ന് വായിച്ചു നോക്കിയ ക്വസ്റ്റ്യൻ. ദി ആവറേജ് ഹൈറ്റ് ഓഫ് 10 students who have interest in basketball is 70 inches with standard deviation 2.5 inches. അപ്പോൾ 2 ഗ്രൂപ്പാണ്. ഒരു ഗ്രൂപ്പിന് ബാസ്കറ്റ്ബോൾ ഇൻട്രസ്റ്റ് ഉള്ള ഗ്രൂപ്പ്, അതിനെ നമുക്ക് ഫസ്റ്റ് ഗ്രൂപ്പ് ആയിട്ട് എടുക്കാം. അപ്പൊ അതിൽ നമ്മൾ എത്ര സ്റ്റുഡൻസ് ആണ് സെലക്ട് ചെയ്യുന്നത്? ആവറേജ് ഹൈറ്റ് ഓഫ് 10 students. അപ്പൊ N1 10 ആണ്. അവരുടെ സാമ്പിളിന്റെ മീൻ ആണ് തന്നേക്കുന്നത്. അപ്പൊ x1 ബാർ എന്ന് പറയുന്നത് 70 ആണ്. സാമ്പിളിന്റെ തന്നെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണ്. ഈ 10 സ്റ്റുഡൻസിന്റെ മീനും സ്റ്റാൻഡേർഡ് ഡീവിയേഷനും ആണ്. സോ S1 is equal to 2.5. അതാണ് ഫസ്റ്റ് ലൈൻ.
The average height of 10 students who have interest in basketball is 70 inches with standard deviation 2.5 inches. While അടുത്ത സെറ്റ് എന്താണ്? The average height of 15 students. അത് അടുത്ത സെറ്റ് ആണ് N2. ആ സ്റ്റുഡൻസിന് എന്താണ്? വിത്ത് നോ ഇൻട്രസ്റ്റ് ഇൻ ബാസ്കറ്റ്ബോൾ. അവർക്ക് ബാസ്കറ്റ്ബോൾ കളിക്കാനേ ഇൻട്രസ്റ്റ് ഇല്ല. അങ്ങനെയുള്ള 15 സ്റ്റുഡൻസ് ആണ്. അപ്പൊ N2 15. അവരുടെ ആവറേജ് ഹൈറ്റ് എന്താണ്? X2 ബാർ എന്ന് പറയുന്നത് 67 ആണ്. S2 എന്ന് പറയുന്നത് 2.8 ആണ്. അപ്പൊ ഇതാണ് രണ്ട് ഗ്രൂപ്പ്. ചോദിച്ചേക്കുന്നത് ഡിഫറൻസ് ഇൻ മീൻ്റെ കോൺഫിഡൻസ് ഇന്റർവെൽ കണ്ടുപിടിക്കാനാണ് പറയുന്നത്. നമ്മൾ ഡിഫറൻസ് ഇൻ മീൻ്റെ രണ്ട് കോൺഫിഡൻസ് ഇന്റർവെൽ ആണ് കണ്ടുപിടിച്ചേക്കുന്നത്. ഏതൊക്കെ കേസാണ്? σ1 σ2 നോൺ കേസും σ1 σ2 അൺനോൺ കേസും അല്ലെ. σ1 σ2 നോൺ കേസ് ആണെങ്കിൽ നോർമൽ ടേബിൾസ് ഉപയോഗിച്ചും σ1 σ2 അൺനോൺ കേസ് ആണെങ്കിൽ എന്തായിരുന്നു നമ്മുടെ ടി ടേബിൾസ് ഉപയോഗിച്ചു. എന്തായിരുന്നു നമ്മുടെ കോൺഫിഡൻസ് ഇന്റർവെൽ എന്ന് പറയുന്നത്? ഇവിടെ σ1 σ2 അൺനോൺ ആണ്. പോപ്പുലേഷൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷനെ പറ്റി അവർ മിണ്ടിയിട്ടേ ഇല്ല. ആകെ തന്നേക്കുന്നത് സാമ്പിൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷന്റെ വാല്യൂസ് ആണ്. അപ്പൊ എന്തായിരുന്നു നമ്മുടെ കോൺഫിഡൻസ് ഇന്റർവെൽ? x1 ബാർ മൈനസ് x2 ബാർ അല്ലെ, മൈനസ് എന്തായിരുന്നു നമ്മുടെ കേർണൽ? ഇവിടെ കേർണൽ കണ്ടുപിടിച്ചിട്ട് വേണം നമ്മൾ ചെയ്യാൻ. അതാണ് എപ്പോഴും ചെയ്യാൻ എളുപ്പം. അപ്പൊ ഇവിടുത്തെ കേർണൽ എന്താണ്? ഒരു വലിയ സംഗതിയാണ് കേർണൽ. കാരണം ടി ഡിസ്ട്രിബ്യൂഷൻ യൂസ് ചെയ്യുമ്പോൾ ടി സ്റ്റാറ്റിസ്റ്റിക് ഉപയോഗിച്ചാണ് നമ്മൾ അത് ചെയ്യുന്നത്. ടി ആൽഫ ബൈ 2 സ്ക്വയർ റൂട്ട് ഓഫ് n1 s1 സ്ക്വയർ പ്ലസ് n2 s2 സ്ക്വയർ by n1 plus n2 minus 2 into 1 by n1 plus 1 by n2. ഇതാണ് ആദ്യത്തെ ടേം. അടുത്തത് എന്താണ്? x1 ബാർ മൈനസ് x2 ബാർ പ്ലസ് ബാക്കി സാധനം അല്ലെ, ടി ആൽഫ ബൈ 2 ഈ സെയിം സാധനം. അപ്പൊ ഇത് നിങ്ങൾ കണ്ടുപിടിക്കണം. ഇതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനുള്ള എല്ലാ സംഗതികളും തന്നിട്ടുണ്ട്. ആകെ ഏതാണ് ഇല്ലാത്തത്? ഇല്ലാത്തത് ടി ആൽഫ ബൈ 2 ആണ്. അപ്പം ഇതേ സംഗതി ഇവിടെ എഴുതണം കേട്ടോ. n1 s1 സ്ക്വയർ പ്ലസ് n2 s2 സ്ക്വയർ ബൈ n1 പ്ലസ് n2 മൈനസ് 2 ഇൻറ്റു 1 ബൈ n1 പ്ലസ് 1 ബൈ n2. അതിന്റെ കേർണൽ കണ്ടുപിടിക്കണം. കേർണൽ എന്താണ്? ഇത്രയും സാധനമാണ് കേർണൽ. ആ കേർണൽ കണ്ടുപിടിച്ചാൽ അത് x1 ബാർ മൈനസ് x2 ബാറിന്റെ കൂടെ ആഡ് ചെയ്യാൻ സബ്ട്രാക്ട് ചെയ്യാൻ ചെയ്താൽ നമുക്ക് രണ്ട് എൻഡും കിട്ടും. കേർണൽ കണ്ടുപിടിക്കാനായിട്ട് ടി ആൽഫ ബൈ 2 വേണം. അപ്പൊ അത് എഴുതണം. വേർ T alpha by 2 is found from the T tables. Condition എന്താണ്? Such that probability of minus T alpha by 2 less than T alpha by 2 equal to, ഇവിടെ എത്രയാണ് ആൽഫ? ആൽഫ തന്നിട്ടുണ്ടോ ക്വസ്റ്റിനകത്ത്? കോൺഫിഡൻസ് ഇന്റർവെൽ ഫോർ ഡിഫറൻസ് ഇൻ മീൻ ഉള്ള ആൽഫ തന്നിട്ടില്ലെങ്കിൽ ടേക്ക് ആൽഫാസ് 0.95 കേട്ടോ. ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ലെങ്കിൽ ടേക്ക് ആൽഫാസ്. അപ്പൊ അത് മുകളിൽ എഴുതണം ഗിവൺ തിങ്സിന്റെ കൂടെ. അവിടെ ഇതും കൂടെ എഴുതിയേക്കണം. ടേക്ക് ആൽഫ ഈക്വൽ ടു 0.95. തന്നിട്ടില്ലെങ്കിൽ ടേക്ക് ഇറ്റ് ആസ് 0.95. സോ ഈക്വൽ ടു 0.95. അതായത് നമ്മുടെ ടി ടേബിൾസിൽ മൈനസ് ടി ആൽഫ മുതൽ പ്ലസ് ടി ആൽഫ വരെയുള്ള ഈ ഏരിയ എന്ന് പറയുന്നത് 0.95. ഇത് ടി ടേബിൾസിൽ കണ്ടുപിടിക്കാൻ എന്താ ചെയ്യേണ്ടത്? ടു സൈഡഡ് പ്രോബബിലിറ്റി 0.95. അപ്പം ടി ടേബിളിന്റെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം വേണം. ഈ കേസിൽ എന്താണ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം? n1 പ്ലസ് n2 മൈനസ് 2. ഇവിടെ കിടക്കുന്ന എന്തോ അതാണ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം. അപ്പോ അടുത്ത് എഴുതൂ. ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഇസ് ഈക്വൽ ടു n1 പ്ലസ് n2 മൈനസ് 2. ഇവിടെ അത് എന്ത് വരും? n1 എത്ര ആയിരുന്നു? n1 10 ആയിരുന്നു, n2 15 ആണ്. അപ്പം 25 മൈനസ് 2 23 ആണ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ടി ടേബിൾ എടുത്തിട്ട് ലെഫ്റ്റ് സൈഡിൽ നിന്ന് 23 കണ്ടുപിടിക്കണം. 23 മുകളിലത്തെ പ്രോബബിലിറ്റിയിൽ ടു സൈഡഡ് പ്രോബബിലിറ്റി, അതായത് ബോൾഡിൽ എഴുതിയേക്കുന്ന കട്ടിയിൽ എഴുതിയേക്കുന്ന പ്രോബബിലിറ്റിയിൽ നിന്നും 0.95 കണ്ടുപിടിക്കണം. എന്നിട്ട് രണ്ടിന്റെയും കൂടെ നേരെ വരുന്ന വാല്യൂ എന്തോ അതാണ് ടി ആൽഫ ബൈ 2. അപ്പൊ ടി ആൽഫ ബൈ 2 ടി ടേബിളിൽ നിന്ന് കണ്ടുപിടിച്ചിട്ട് അതിന്റെ വാല്യൂ എഴുതുക. അതിനുശേഷം എന്ത് ചെയ്യണം? നമ്മുടെ കേർണല് കണ്ടുപിടിക്കാം. ബാക്കി അഗെയിൻ ഇസ് എ ഹോംവർക്ക്. കംപ്ലീറ്റ് ചെയ്ത് സബ്മിറ്റ് ദ നോട്ട്സ്. ഓക്കെ. അപ്പോൾ ഇതാണ് നമ്മളുടെ
ഇത് പിന്നെ സിഗ്മ 1 സിഗ്മ 2 തന്നിട്ടില്ലാത്ത കേസ്. സിഗ്മ 1 സിഗ്മ 2 തന്നിട്ടുണ്ടെങ്കിൽ ഇതല്ല നമ്മളുടെ കോൺഫിഡൻസ് ഇന്റർവെൽ. കോൺഫിഡൻസ് ഇന്റർവെൽ എങ്ങനെയായി മാറും? n1 സിഗ്മ 1 സ്ക്വയർ പ്ലസ് n2 സിഗ്മ 2 സ്ക്വയർ ബൈ n1 പ്ലസ് n2. അങ്ങനെ നോർമൽ ടേബിൾ ഉപയോഗിച്ചിട്ടുള്ള നമ്മുടെ കോൺഫിഡൻസ് ഇന്റർവെൽ ആയിട്ട് മാറും അല്ലേ? അപ്പൊ ആ രീതിയിൽ, അല്ലെങ്കിൽ സിഗ്മ 1 സ്ക്വയർ ബൈ n1 പ്ലസ് സിഗ്മ 2 സ്ക്വയർ ബൈ n2 സ്ക്വയർ റൂട്ട് ഓഫ് അതാണ് ഉപയോഗിക്കുന്നത്. n1 n2 സിഗ്മ 1 സിഗ്മ 2 നോൺ ആണെങ്കിൽ സ്ക്വയർ റൂട്ട് ഓഫ് സിഗ്മ 1 സ്ക്വയർ ബൈ n1 പ്ലസ് സിഗ്മ 2 സ്ക്വയർ ബൈ n2 അത് യൂസ് ചെയ്ത് ചെയ്യണം. അവിടെ നമ്മൾ ഇസഡ് ടേബിൾസ് യൂസ് ചെയ്യണം. അപ്പോൾ ഏതാണോ സിറ്റുവേഷൻ അതനുസരിച്ചുള്ള കോൺഫിഡൻസ്, ആ കോൺഫിഡൻസ് ഇന്റർവെലിന്റെ എല്ലാത്തിന്റെയും ഡെറിവേഷൻ നമുക്ക് ചെയ്യാൻ അറിയണം. ഡിറൈവ് ചെയ്യാനും ചോദിക്കും, ന്യൂമറിക്കൽ പ്രോബ്ലംസും ചോദിക്കും. ഇറ്റ്സ് എ വെരി സിമ്പിൾ സെക്ഷൻ ഓഫ് എസ്റ്റിമേഷൻ. വന്നാൽ നമുക്കത് ചെയ്യാൻ പറ്റണം. അപ്പോൾ ഈ ഒരു സെക്ഷനോട് കൂടി നമ്മൾ എസ്റ്റിമേഷൻ എന്ന് പറയുന്ന പ്രോസസ്സിൽ നിന്ന് ഇറങ്ങുകയാണ്. നിങ്ങളൊന്ന് ഓർത്ത് നോക്കിയാൽ യു ക്യാൻ റിമെമ്പർ, നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻഫറൻസ് എന്ന് പറയുന്ന ആ സെക്ഷനാണ്. സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻഫറൻസ്. സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻഫറൻസിനകത്ത് രണ്ട് മെയിൻ സെക്ഷൻസ് ഉണ്ടെന്ന് നമ്മൾ ആദ്യം പറഞ്ഞായിരുന്നു. One is estimation and the other is testing of hypothesis. Testing of hypothesis. ഈ എസ്റ്റിമേഷൻ അകത്തുള്ള രണ്ടെണ്ണമാണ്. ആദ്യത്തേത് പോയിന്റ് എസ്റ്റിമേഷനും അടുത്തത് ഇന്റർവെൽ എസ്റ്റിമേഷനും. ഇത് ഇത്രയാണ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തേക്കുന്നത്. അടുത്ത സെക്ഷൻ എന്ന് പറയുന്നത് ടെസ്റ്റിംഗ് ഓഫ് ഹൈപ്പോത്തസിസ് ആണ്. അപ്പൊ ടെസ്റ്റിംഗ് ഓഫ് ഹൈപ്പോത്തസിസ് ആക്ച്വലി കമ്പാരിറ്റീവ്ലി ഇതിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള ഒരു സെക്ഷൻ ആണ്. So we'll deal with that in the next class. Okay, this is a very short video. Complete it fast. Bye.